LDC, LPUP പരീക്ഷകൾ കഴിഞ്ഞ് ഇപ്പോൾ LPUPയുടെ ഷോർട്ട് ലിസ്റ്റും വന്നു തുടങ്ങി. ഇപ്പോഴും ആ പരീക്ഷകൾ വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയാത്തതിനാൽ വിഷമിച്ചിരിക്കുന്നവരാണ് പലരും. PSC ആ പരീക്ഷകൾ കഴിഞ്ഞ് പുതിയ പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പുകളും നടത്തി തുടങ്ങി. എന്നാൽ നിങ്ങളോ കഴിഞ്ഞുപോയ പരീക്ഷയെക്കുറിച്ചോർത്ത് വരാനിരിക്കുന്ന നല്ല അവസരങ്ങൾ കൂടി പാഴാക്കി കളയുന്നു. ഇപ്പോഴും പലരും വീഡിയോകളിൽ കമൻ്റ് ഇടുന്നതാണ്, LDC പരീക്ഷ കഴിഞ്ഞു, മനസ്സു മടുത്തു, ഇനി പഠിക്കാൻ തോന്നുന്നില്ല, LPUPക്ക് വേണ്ടി വർഷങ്ങളായി പഠിച്ചു, പക്ഷേ വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല, ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയില്ല എന്നൊക്കെ. പരീക്ഷയൊക്കെ കഴിഞ്ഞപ്പോൾ പലരും ചിന്തിച്ച കാര്യങ്ങളുണ്ട്. എനിക്ക് ആ പരീക്ഷ ഒന്നും കൂടി എഴുതാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, ആൻസർ കീ കയ്യിൽ കിട്ടി അതിലെ ഉത്തരങ്ങൾ തിരുത്തുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, ഓപ്ഷൻ A മാറി ഓപ്ഷൻ D ആയിരുന്നുവെങ്കിൽ, അതിലെ നെഗറ്റീവ് ഉത്തരങ്ങളെല്ലാം മാഞ്ഞു പോയിരുന്നുവെങ്കിൽ, എന്തൊക്കെ ആഗ്രഹങ്ങളാണല്ലേ. ഇങ്ങനെയൊക്കെ ചിന്തിക്കാത്തവർ ചുരുക്കമാണെന്നുള്ളതാണ് സത്യം. ഇനി എന്തായാലും നമുക്ക് തിരികെ PSCയുടെ ഓഫീസിൽ പോയി ആ ചോദ്യപേപ്പർ എടുത്ത് അതിലെ ഉത്തരങ്ങൾ തിരുത്തുവാനോ ഓപ്ഷൻ A മാറ്റി B ആക്കാനോ C മാറ്റി D ആക്കാനോ ഒന്നും കഴിയില്ല. അപ്പോൾ കഴിഞ്ഞ പരീക്ഷയെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഇനി തിരുത്താൻ കഴിയില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് കേട്ടിട്ടില്ലേ? ആ പരീക്ഷയിൽ നിന്നും നമുക്ക് പറ്റിയ തെറ്റുകൾ മനസ്സിലാക്കി അടുത്ത പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് ചെയ്യാൻ കഴിയുന്നത്. ചിലപ്പോൾ കാര്യമായ റിവിഷൻ ഇല്ലാത്തതായിരിക്കും. ഒരുപക്ഷെ ആത്മാർത്ഥമായി പഠിച്ചിട്ട് പരീക്ഷാ ഹാളിൽ വന്നപ്പോൾ അശ്രദ്ധ കാരണം നെഗറ്റീവ് അടിച്ചതായിരിക്കും. എന്താണ് നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുക. PSC പരീക്ഷകൾ നിർത്തിയിട്ടില്ല, കേവലം ഒരു LDCയും LPUPയുമാണ് കഴിഞ്ഞത്. അപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടായിരിക്കും, നമുക്കത് കേവലം ഒരു LDCയോ LPUPയോ അല്ല, വർഷങ്ങളുടെ അധ്വാനമാണ്. പക്ഷേ അതിനെ ആലോചിച്ചിട്ട് കാര്യമില്ല. അത് ആലോചിച്ചിരുന്ന വരാൻ പോകുന്ന നല്ല അവസരങ്ങൾ കൂടിയാണ് നഷ്ടമാകുന്നത്. ഈ പരീക്ഷകൾക്കൊക്കെ ആത്മാർത്ഥമായി പഠിച്ചവരുടെ കയ്യിൽ ഒരു കൂട്ടം അറിവാണുള്ളത്. ആ അറിവിനെ ഒന്നും കൂടി പുഷ്ടിപ്പെടുത്തിയെടുത്താൽ ഉറപ്പായും അടുത്ത പരീക്ഷയിൽ ടോപ്പ് റാങ്ക് അല്ല, 1ാം റാങ്ക് തന്നെ നേടാനാകും. അതുകൊണ്ട് കഴിഞ്ഞുപോയ പരീക്ഷയെക്കുറിച്ചോർത്ത് ഇനിയും മനസ്സ് വിഷമിപ്പിച്ചിരിക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന അവസരങ്ങൾ കൂടി പാഴാക്കുന്നതിന് തുല്യമാണ്. ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ ഇതിൽ നിന്നും പറ്റിയ മിസ്റ്റേക്കുകൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം. ഇനിയും ഇത് ആലോചിച്ചിരിക്കുകയാണെങ്കിൽ വർഷങ്ങൾ കഴിയുമ്പോൾ കൂടി പഠിച്ച സുഹൃത്തുക്കളെല്ലാം ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ അന്ന് ഇതോർത്ത് വിഷമിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ എനിക്കും ഇപ്പോൾ ജോലി കിട്ടിയാനേ എന്നാലോചിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇന്നത്തെ പ്രശ്നങ്ങൾ ഒരിക്കലും നാളത്തെ പ്രശ്നങ്ങളായിരിക്കണമെന്നില്ല. ഇന്നത്തെ ഒരു പ്രശ്നമോർത്ത് ഇനി എന്നും ഇങ്ങനെ ആകണമെന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന സമയം മാക്സിമം പഠിച്ച് അടുത്ത പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുക. LDCയും LPUPയും ഓരോ പാഠങ്ങളായി എടുത്ത് ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുക. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ LDC പരീക്ഷയ്ക്കൊക്കെ പഠിച്ചവർ ഒരു 0 അല്ല. കാരണം നിങ്ങളുടെ കയ്യിൽ അറിവുണ്ട്. ആ അറിവിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഉറപ്പായിട്ടും ടോപ്പ് റാങ്കിൽ തന്നെ എത്താൻ കഴിയും. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും മനസ്സിലൊരു കാര്യം ഉറപ്പിക്കുക, നെവർ ഗീവ് അപ്പ്. എനിക്ക് തോറ്റുകൊടുക്കാൻ കഴിയില്ല. ഇനി വരുന്ന പരീക്ഷ എൻ്റേതാണ്. അതിൽ 1ാം റാങ്ക് എനിക്കാണെന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ജോലി കിട്ടുന്നതുവരെ ഞാൻ പഠിക്കുമെന്നും മനസ്സിൽ പറയുക. ഉറപ്പായും അടുത്ത പരീക്ഷയിലെ 1ാം റാങ്ക് നിങ്ങൾക്കാണ്. കീപ് ഗോയിങ്.